സൂംബ വിവാദം കത്തിക്കയറുമ്പോൾ സൂംബ ഡാൻസ് ഇൻസ്ട്രക്ടർ ഉല്ലാസ് എനിക്കൊപ്പമുണ്ട്. സൂംബയെക്കുറിച്ച് വലിയ തോതിലുള്ള വിവാദമാണ് ഇപ്പം സജീവമായി നിൽക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി സൂംബ വേണം, ആരെ അടിച്ചേൽപ്പിക്കില്ല എന്ന് പറയുമ്പോൾ ചില വിഭാഗം, ചില മതസംഘടനകളും ചില ആളുകളും ഒക്കെ പറയുന്നു ഇത് വേണ്ട, ഇത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ്. ചേട്ടൻ എന്താ പറയാനുള്ളത്? ഇതിൻ്റെ ഇപ്പം ഗവൺമെൻറ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് നേരായ മാർഗ്ഗത്തിലൂടെ, കാരണം എന്താ ഇത് സുംബ എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സ്കൂളുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന വിവാദം എന്ന് പറയുന്ന പലരും ഇതെന്താണ്, ഇതിൻ്റെ പ്രോപ്പർ ഫോർമാറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പലരും DJ പാർട്ടി, ഡാൻസ് പാർട്ടി എന്നൊരു ലെവലിലാണ് മനസ്സിലാക്കിയിട്ടായിരിക്കാം അവരിതിനെ എതിർക്കുന്നത്. ഇത് പ്യൂർലി ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളിന്ന് ഈ പ്രോഗ്രാം ചെയ്തത്. ഇത് കാർഡിയോ വർക്കൗട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കുട്ടികളിൽ ഇത് ചെയ്യുക കാരണമെന്ന് വെച്ചാൽ മ്യൂസിക്കൽ എക്സസൈസ്, മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ്നസ് കുട്ടികൾക്ക് കൊടുക്കും. കൂടുതൽ കുട്ടികൾക്ക് മ്യൂസിക് താല്പര്യമാണ്. പിന്നെ ഇപ്പോഴത്തെ അക്കാഡമിക് സിസ്റ്റം അനുസരിച്ച് കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഈ സ്കൂളുകളിൽ ഇത് വന്നപ്പോൾ കുട്ടികൾ വളരെ ഹാപ്പിയോടുകൂടിയാണ് സ്വീകരിച്ചത്. കാരണം അവർക്ക് 1 hour അവരുടെ സ്ട്രെസ്സ് റിലാക്സ് ചെയ്യാനുള്ള ഒരു ടൈമായിട്ട് തന്നെയാണ് അവരിതിനെ കാണുന്നതും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാണ് ഇവിടെ കുട്ടികൾ എത്ര ഹാപ്പി ആയിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ പരസ്പരം ചേർന്ന് നിന്നും മുട്ടിയൊരുമി നിന്നും ചെയ്യുന്നു എന്നൊരു വിവാദവും നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇതൊരു ഫിറ്റ്നസ് ആക്ടിവിറ്റി ആകുമ്പോൾ മിനിമം ഡിസ്റ്റൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും നമുക്ക് ചേർന്ന് നിന്ന് ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പല ആളുകളും ഇതിനെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മളൊരു കാര്യം വിമർശിക്കുന്നതിന് മുന്നേ നമ്മൾ എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി നെഗറ്റീവ്സും പോസിറ്റീവ്സും എടുത്ത് കേട്ടതിന് ശേഷം മാത്രം സംസാരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ എവിടെ ഒന്നും കേൾക്കാത്തത്, കാണാത്ത, മനസ്സിലാക്കാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കതിന് വേറെ പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയാനില്ല. നമ്മൾക്ക് അവരെ ശരിയായ രീതി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങളുടെ സീനിയർ ഇൻസ്ട്രക്ടേഴ്സ് ഇവിടെ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്? ഞാൻ ശരിക്കും ഈ സുംബ ഫീൽഡിൽ 8 വർഷം കൊണ്ട് സുംബ ഫീൽഡ് ട്രെയിനേഴ്സ് പല ആൾക്കാരും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. തുടരണം എന്ന് മാത്രമല്ല, കുട്ടികളിൽ മാത്രമല്ല എല്ലാ ആൾക്കാരിലും, എല്ലാ ജനങ്ങളിലും. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ ഡിജിറ്റൽ ലൈഫിൽ എല്ലാവർക്കും അത്ര സ്ട്രെസ് ഉണ്ട്, വർക്ക് ലോഡും കാര്യം അവരെ ജീവിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്കുള്ള ടെൻഷൻസും ഭയങ്കര കാര്യങ്ങൾ കൂടുതലാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഒരു 1 hour നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ഫിറ്റ്നസ്സിന് വേണ്ടി മാറ്റി വെക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായം. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും പറ്റിയതാണ് സൂംബ. അവരുടെ മാനസിക ഉല്ലാസവും ഒപ്പം തന്നെ ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും അത് സഹായകമാകുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് ഉല്ലാസ് നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.